ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത്. പണം അനാവശ്യമായി ചെലവഴിക്കുന്നില്ലെങ്കിലും വരവിൽ കൂടുതൽ ചെലവ് പലർക്കും അനുഭവപ്പെടാറുണ്ട്. മിക്കപ്പോഴും മാസാവസാനം കടം വാങ്ങേണ്ടി വരുമ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് പലപ്പോഴും ആലോചിക്കാറില്ല. വാസ്തുവിൻ്റെ അടിസ്ഥാന നിയമങ്ങൾ പാലിച്ചു നിർമ്മിക്കുന്ന ഭവനത്തിൽ ഐശ്വര്യവും സമ്പത്തും നിലനിൽക്കും. വിവിധ ഊർജ തരംഗങ്ങൾ ഗൃഹവാസികളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് വാസ്തു നിയമങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. വീട് പൊളിച്ചു പണിയാതെ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പണത്തിൻ്റെ വരവ് ചെലവുകൾ ക്രമപ്പെടുത്താൻ സാധിക്കും. തെക്ക് പടിഞ്ഞാറ് എന്നീ ദിക്കുകളുള്ള മുറികളായിരിക്കണം പണവും മറ്റും രേഖകളും സൂക്ഷിക്കേണ്ടത്. വീടിൻ്റെ തെക്കു കിഴക്ക് അഗ്നികോണിൽ ധനം സൂക്ഷിച്ചാൽ അനാവശ്യ ചെലവുകൾ വന്നു ചേരും. അഗ്നികോണിൽ മുറികൾ പണിയുന്നതിലും നല്ലത് അടുക്കള നിർമ്മിക്കുന്നതാണ്. വടക്ക് കിഴക്കു ഭാഗത്തെ മുറിയിലാണ് ധനം സൂക്ഷിക്കുന്നതെങ്കിൽ കടബാധ്യതയാവും ഫലം. ഈശാന കോണായ വടക്കു കിഴക്കു ഭാഗം പൂജാമുറിക്കായോ കുട്ടികളുടെ പഠനമുറിയായോ ഒക്കെ ഉപയോഗിക്കാനാണ് ഉത്തമം. പണം സൂക്ഷിക്കാൻ വടക്ക് പടിഞ്ഞാറ് വായു കോണിലുള്ള മുറിയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ വരവിൽ കവിഞ്ഞ ചിലവ് അനുഭവപ്പെടും, ഉള്ളതും കൂടി ഇല്ലാതാവും. കുബേരന്റെ ദിക്കാണ് വടക്കു ഭാഗം. ഈ ഭാഗം കഴിവതും തുറസായി സൂക്ഷിക്കുന്നതാണ് ഉത്തമം. ഭാരമുള്ള വസ്തുക്കൾ ഈ ഭാഗത്ത് സൂക്ഷിക്കരുത്. കൂടാതെ വടക്കോട്ട് ദർശനമായി കണ്ണാടി വെക്കുന്നത് ധനാഗമനത്തെ തടസ്സപ്പെടുത്തും. വടക്ക് കിഴക്ക് മൂലയിൽ തലഭാഗവും തെക്കു പടിഞ്ഞാറേ മൂലയിൽ കാൽഭാഗവും വരുന്ന രീതിയിലാണ് വാസ്തുപുരുഷന്റെ ശയനം. അതായത് ഭവനത്തിലേക്കുള്ള അനുകൂല ഊർജം വടക്കു കിഴക്കേ ഭാഗത്തു നിന്ന് തുടങ്ങി തെക്കു പടിഞ്ഞാറേ ഭാഗത്തേക്കാണ് നീങ്ങുന്നത്. തെക്കു പടിഞ്ഞാറേ മൂലയിൽ കട്ടിയുള്ള അലമാര പോലുള്ള വസ്തുക്കൾ സൂക്ഷിക്കുന്നത് ധനനഷ്ടം തടയാൻ സഹായിക്കും. വീടിൻ്റെ തെക്കു പടിഞ്ഞാറേ മൂലയിൽ വടക്കോട്ട് ദർശനമായി വേണം അലമാര സ്ഥാപിക്കാൻ. വടക്കോട്ട് ദർശനമായി കണ്ണാടിയോടുകൂടി അലമാരയാണ് വെക്കേണ്ടതെങ്കിൽ ഉപയോഗശേഷം കണ്ണാടി ഒരു വൃത്തിയുള്ള തുണി കൊണ്ട് മൂടിയാൽ മതി. വീടിൻ്റെ തെക്കു ഭാഗവും പടിഞ്ഞാറു ഭാഗവും കിഴക്കിനെയും വടക്കിനെയും അപേക്ഷിച്ച് താണ് കിടക്കരുത്. വടക്കു പടിഞ്ഞാറേ മൂലയിൽ മതിൽ വളച്ചു കെട്ടാതിരിക്കാനും ശ്രദ്ധിക്കുക. ഭവനത്തിൻ്റെ മധ്യഭാഗം അതായത് ബ്രഹ്മസ്ഥാനത്ത് ഭാരമുള്ള വസ്തുക്കൾ സ്ഥാപിക്കരുത്. ചോർച്ചയുള്ള പൈപ്പുകൾ എത്രയും പെട്ടെന്ന് നന്നാക്കണം. വെള്ളം നഷ്ടപ്പെടുന്നത് പോലെ നമ്മുടെ കയ്യിലെ പണവും നഷ്ടമാകുമെന്നാണ് പഴമക്കാർ പറയുന്നത്. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവാനായിട്ട് വീടിൻ്റെ കന്നിമൂലയിൽ പണവും മറ്റും സൂക്ഷിക്കുന്നതാണ് ഉത്തമം. മുറിയുടെ തെക്കു പടിഞ്ഞാറേ മൂലയിൽ വടക്കോട്ട് ദർശനമായി അലമാര വയ്ക്കുന്നത് നന്ന്. വാസ്തു അനുസരിച്ച് വീണ് പണിതാലും വേണ്ട രീതിയിൽ പരിപാലിച്ചില്ലെങ്കിൽ ഗുണഫലങ്ങളൊന്നും അനുഭവയോഗ്യമാവില്ല. വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.